സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരുടെ
മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാര്യം നൽകിയാതെ രഹസ്യങ്ങളുടെ പരികർമ്മത്തിൽ ബലഹീനരാജ്യങ്ങളെ ശുദ്ധരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവേ, മഹാരാജാവേ, ആദം പുകഴെന്നും ഞാൻ സർവേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ. കർത്താവേ, സ്തുതി പാടും അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമനിറഞ്ഞവൻ പാടും സ്തുതിയുമെന്നെ അനവധി മഹാരാജാവേ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതിനാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുക. ഞങ്ങൾക്ക് കഴിയാത്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും സകല സൗഭാഗ്യങ്ങളും നന്മകളതിനെ വിളിച്ചോടി നിൽക്കുന്ന ആ സഭയിൽ ഞങ്ങളെ നിരന്തരം ശ്രദ്ധിക്കുകയും അകത്തപ്പെടുത്തുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവ്വാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യയുമേ യമോന്നതമ ഉദ്ധാരം നീയരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉദ്ധവരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സർവേശാ പരിപാലന ബലവാനേ പരിപാലന
വിശുദ്ധ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്വർഗ്ഗബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് നാം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, ശ്രദ്ധയോടെ കേൾക്കുവിൻ. നിയമാവർത്തന പുസ്തകത്തിലുള്ള വായന 4-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇസ്രായേലേ, നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവിൻ. ഞാൻ നൽകുന്ന കൽപ്പനകളോടെ ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുതേ. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ. കർത്താവ് ബാൽപയോർ നിമിത്തം ചെയ്തതെന്തെന്ന് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ. ബാൽപയോരിനെ പിന്തുടർന്നവരെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ദൃഢമായി ചേർന്ന് നിന്ന നിങ്ങൾ ഇന്നും ജീവിക്കുന്നു. ഇതാ, നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന രാജ്യത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് എന്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു. അവയനുസരിച്ച് പ്രവർത്തിക്കുകയും. എന്തെന്നാൽ അത് മറ്റു ജനതകളുടെ ദൃഷ്ടി നിങ്ങളെ ജ്ഞാനികളും വിവേകികളും ആക്കും. അവർ ഈ കൽപ്പനകളെ പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകവും ഉള്ളവർ തന്നെ എന്ന് പറയും. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത്? ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന നിയമസംഹിതയിലേക്ക് പോലെ നിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേത് ശ്രേഷ്ഠ ജനതയ്ക്കാണ് ഉള്ളത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്തുതി. സർവ്വജനായ അവന്റെ കർത്താവിന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകലനന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിന് വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാശീർവദിക്കണമേ. വിശുദ്ധൻ അനുഗ്രഹിക്കട്ടെ. എല്ലാം അനുവദനീയമാണ്, എന്നാൽ എല്ലാം ഗുണകരമല്ല. എല്ലാം അനുവദനീയമാണ്, എന്നാൽ എല്ലാം പണിത് വീഴ്ത്തുന്നില്ല. ഓരോരുത്തരും സ്വന്തം നന്മ കാക്ഷിക്കാതെ മറ്റുള്ളവരുടെ നന്മ കാക്ഷിക്കട്ടെ. ചന്തയിൽ വിളിക്കപ്പെടുന്ന ഏതുതരം മാംസവും മനസാക്ഷി കൃത്തില്ലാതെ ഭക്ഷിക്കുവിൻ. കാരണം ഭൂമിയും അതിലുള്ള സകലതും കർത്താവിൻ്റെതാണ്. അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ അവിടെ വിളമ്പുന്നതെന്തും മനസാക്ഷിക്കുട്ടില്ലാതെ ഭക്ഷിക്കുവിൻ. എന്നാൽ ആരെങ്കിലും ഇത് ബലിയർപ്പിച്ച വസ്തുവാണെന്ന് പറഞ്ഞാൽ അത് വെളിപ്പെടുത്തിയവനെയും അവന്റെ മനസാക്ഷിയെ പ്രതി നിങ്ങൾ അത് ഭക്ഷിക്കരുത്. സ്വന്തം മനസാക്ഷിയല്ല, അവൻ്റെതാണ് ഞാൻ വിവേഷിക്കുന്നത്. എൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരുവന്റെ മനസാക്ഷിയാൽ എന്തിനു വിധിക്കപ്പെടണം? കൃതജ്ഞതയോടെയാണ് ഞാൻ പങ്കുപറ്റുന്നതെങ്കിൽ ഞാൻ കൃതജ്ഞത അർപ്പിച്ചവനെ പറ്റി എന്തിന് കുറ്റാരോപിതനാകണം? നിങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയും ചെയ്താൽ എല്ലാം ദൈവമാത്രത്തിന് വേണ്ടി ചെയ്യുക. നമ്മുടെ കർത്താവായ ഈശോയുടെ സ്തുതി.
യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 12:57 മുതലുള്ള വാക്യങ്ങൾ. ഗലീലിയക്കാരുടെ ബലികളിൽ അവിടെ രക്തം കൂടി പീലാത്തോസ് നടത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ ഈശോയെ അറിയിച്ചു. അവർ ചോദിച്ചവയെല്ലാം സഹിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെയേക്കാൾ പാപികളായിട്ടവരെന്ന് നിങ്ങൾ കരുതുന്നു അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സിൽവഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ എല്ലാ ജെറുസലേം നിവാസികളെയും കാവിൽ കുറ്റക്കാരായിരുന്നവരെന്ന് നിങ്ങൾ കരുതുന്നു അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിഷയങ്ങളേറ്റവും സ്നേഹമുള്ളവരെ, വെനീസില് 50കളുടെ ആരംഭത്തിൽ ആൽക്കഹോളിക്കായി പോയതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു വൈദികനുണ്ട്. ആ വൈദികൻ ഒരുപാട് ശിക്ഷകൾ നൽകി നോക്കി, പ്രത്യേകിച്ചൊരു മാറ്റവും അദ്ദേഹത്തിന് സംഭവിക്കുന്നില്ല. ഈ പറഞ്ഞ വൈദികൻ ഒരിക്കല് ബാറിൽ നിന്നുകൊണ്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ആരോഗ്യം പറയുന്നുണ്ട്, എന്താ തങ്ങളെ അന്വേഷിച്ചുകൊണ്ട് പുതിയ കർദിനാള് പുറത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹം അത് ചെവിക്കൊള്ളുന്നില്ല. വീണ്ടും പുറകെ 1-2 പേര് വന്നുകൊണ്ട് ഈ സെയിം കാര്യം ആവർത്തിക്കുകയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ തോളില് ഒരു കരസ്പർശം കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ഇത് പുതിയ കർദിനാളാണ്. കർദിനാൾ ആ വൈദികനോട് പറഞ്ഞു പുറത്തേക്ക് വരുവാനായിട്ട്. കർദിനാളിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു കസേര വലിച്ചിട്ട് ഈ വൈദികനോട് ഇരിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. തുടർന്ന് കർദിനാള് ആ വൈദികന്റെ മുൻപിൽ മുട്ടുകുത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, എന്നെ ഒന്ന് ഉപസാരിപ്പിക്കുവാൻ മനസ്സുണ്ടാക്കുമോ? ആ ചോദ്യം കേട്ടത് പ്രിയമുള്ളവരെ, വൈദികന്റെ കണ്ണിൽ നിന്നും ധാരയായിട്ട് കണ്ണുനീർത്തുള്ളികൾ മുട്ടുകുത്തി നിൽക്കുന്ന കർദിനാളിന്റെ ശിരസിലേക്ക് വീഴുകയാണ്. കർദിനാള് ആശീർവാദം സ്വീകരിച്ച് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഈ വൈദികനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്, മകനെ, ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. ഇവിടെ നമ്മൾ കാണുക ഒരു മാപ്പ് കൊടുക്കലും തുടർന്ന് സംഭവിക്കുന്ന അദ്ദേഹത്തിന്റെ മനോഭാവത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളൊക്കെയാണ് നമ്മൾ കാണുക. ഒരു മനസ്താപത്തിലേക്ക് ആ വൈദികൻ കടന്നു വരുന്നതായിട്ട്. ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ 2014 ആ കർദിനാളിനെ ഒരു വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവര്, മാപ്പ് കൊടുക്കുക എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് ഒരു മനുഷ്യന് ആരംഭിക്കുവാനായിട്ട് ഒരു അവസരം കൂടി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ തകർക്കുവാനായിട്ട് ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് അവൻ ഇതുവരെയും മാപ്പ് കൊടുത്തിട്ടില്ല എന്ന ശരീരഭാഷയിൽ അവരെ ജീവിക്കുവാനായിട്ട് ആരംഭിക്കുമ്പോഴാണ് അത് തകർക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കുട്ടികളുടെ സ്ലേറ്റ് പോലെയാണ്. നമുക്കറിയാം, അത് ഒരുപാട് ഇങ്ങനെ കുത്തിക്കുറച്ചുകൊണ്ട് വളരെ സ്ലേറ്റാണ്. മാപ്പിന്റെ മഷി തൊട്ടുകൊണ്ട് അത് ആരെങ്കിലും ഒക്കെ തുടച്ചു കൊടുക്കുവാനായിട്ട് കഴിയാതെ പോയാൽ പിന്നെ എങ്ങനെയാണ് ആരംഭിക്കുവാനായിട്ട് സാധിക്കുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ മാപ്പ് കൊടുക്കുക എന്ന് പറയുമ്പോൾ 2 രീതിയിലാണ്. ഒന്നാമതായിട്ട് ദൈവം നൽകുന്ന മാപ്പ്, 2 ഒരുവൻ അപരന് ഉറപ്പുവരുത്തേണ്ട മാപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിൽ കർദിനാൾ അപരന് മാപ്പ് ഉറപ്പുവരുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. പ്രിയമുള്ളവരെ, സുവിശേഷവും നമ്മൾ ആവശ്യപ്പെടുക മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നശിച്ചു പോകുമെന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ അപരന് വേണ്ടി മാപ്പ് ഉറപ്പുവരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുമ്പോൾ മറുവശം അവിടെ സംഭവിക്കുന്നില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആർക്കെങ്കിലും ഒക്കെ മാപ്പ് കൊടുക്കുവാനുണ്ടെങ്കിൽ ആ മാപ്പ് അവർക്ക് ഉറപ്പുവരുത്തിയതിനു ശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നമുക്ക് സംഭവിക്കും. മാപ്പ് കൊടുത്തൊരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നമുക്കെല്ലാവർക്കും സന്തോഷത്തിനും പ്രത്യാശയോടുകൂടി പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പുസ്തകത്തിന് നാളെ സ്നേഹന്മാരുടെ മേൽ തേനാളുമുതൽ ഇറങ്ങി വന്ന സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകത്തിന് വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങൾ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്നേഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കൃപാവരം നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ ഭൂതകൃഷ്ണ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിതങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ കുദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളർന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിൽ ക്ലേശങ്ങളിലും സ്നേഹമാർക്ക് പ്രത്യാശവും ധൈര്യം പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശവും ധൈര്യം നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ജീവിതത്തിലെ വിവിധങ്ങളെ ജോലി ചെയ്തവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രക്ഷോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരെ ഞങ്ങൾ നിരക്കണം, അങ്ങേ ദാനങ്ങളെ ഞങ്ങളുടെ ഏകീകരണം. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങേ കാരുണ്യാതര കഥാ തിരഞ്ഞെടുത്ത് അങ്ങയുടെ അതിരണമായ ജനമുടനെ കടകളവർദ്ധിക്ക് പാപകമാചരത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. ആമേൻ. കർത്താവേ, ദൃഢമായി ശരണപ്പെട്ടു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദേവമാതാവായ കന്യകാമറിയത്തിന്റെ നിധിമായ മറിയോസേപ്പിന്റെ സ്മരണാവിശുദ്ധ വേണ്ടതികൾ ഉണ്ടാകട്ടെ. ആദിമുതലേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹമായ ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിന് സമാധാനം ഉളവാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. വിജയവരിച്ച നീതിമാന്മാരുടെ അവരുടെ രക്തസാക്ഷികളെ സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമായുടെ ഓർമ്മ വിശുദ്ധ വേണ്ടതികൾ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവേ, നമ്മുടെ രാജാവേ, നമ്മുടെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, സഹായിക്കണമേ. ദൈവരും ദൈവത്തിന്റെയും സ്വർഗ്ഗമായ ഉത്ഥാനം വഴി ഈ മകത്തിനെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും ഇതിൽ ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും ഉപവാസവും പ്രാർത്ഥനയും ഉണ്ടാവുകയും നിശ്ചയമായ
പരിശുദ്ധാത്മാവിനെ പ്രസാദിക്കാം. സർവ്വനീനാഥനായ ദൈവത്തിനെ സ്തുതികളാൽ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രകേസിമാരും ഭദ്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാരെ പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ജനിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസം മരിച്ച് ഈ ലോകം ഏർപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവാൻ ഇവരെ നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവ്വനാഥനായ ദൈവം തന്റെ വിസ്മയമേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് മുന്നുള്ളവർക്കും വേണ്ടി അവിടുന്ന് സമർപ്പിക്കുകയും അവിടുന്ന് സമർപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മേൽ വർദ്ധിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരങ്ങളാകുന്ന ദൈവരഹസ്യ ശ്രമോഷകനാകുവാൻ ദൈവരഭാവികമായി നിന്റെ മകൻ ഞങ്ങളെയും കാരുണ്യാതിരേകതാൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയതാനും തികഞ്ഞ സ്നേഹത്തോടെ വിശ്വാസത്തോടുള്ള പരികർമ്മം ചെയ്യും. ഞങ്ങളെ ശക്തരാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം ഞങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടുകൂടെ. സഹോദരരെ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവാൻ നമുക്കെല്ലാവർക്കും എന്താകുന്ന വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവാൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കഴിവുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വന്തത്തിലേക്ക് വരുത്തി നിശബ്ദരായ ഏകാഗ്ര ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ.
വിശുദ്ധ സജീവമായ തിരുക്കർമ്മ പ്രത്യാശകൾ അനുഷ്ഠിക്കുവാൻ ഞങ്ങൾ കാൽപ്പര്യം നൽകുകയും ചെയ്യണം. ഉയർന്ന സ്ഥലത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് പ്രവചനങ്ങൾ ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ മണ്ണും പിന്നും നിറയുന്നു. മന്നവനവരുടെ മഹിമകളാൽ മനുഷ്യനായ സ്ത്രീയിൽ നിന്നും ജാതനായ നിയമത്തിനെതിരായ നിയമത്തിനെതിരാവുകയും സ്മാരകം ഏർപ്പെടുത്തുകയും ശ്രീകൃഷ്ണാകരമായ തിരുസഭയിൽ ഞങ്ങൾ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കിടക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു സ്വർഗത്തിലെ അനാദിനായ പിതാവിനെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിശുമാരെ നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം എന്റെ കാസിയുടെ കൃതജ്ഞതാസ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്നു പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ അതിച്ചുകൊടുപോലെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നൽകിയ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശുദ്ധനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവൻ ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവുമായ മാർത്തോസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഉപദേശ പിതാവുമായ മാർത്തോസ് മെത്രാന് വേണ്ടി വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർക്ക് അധികാരികൾ അവർക്ക് വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും മതങ്ങളുടെയും ബഹുമാനത്തിനു വേണ്ടി അങ്ങയുടെ സന്നിധി നീതിമാന്മാരും വിശുദ്ധപിതാക്കന്മാർക്ക് വേണ്ടി വിശുദ്ധരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലമായ എല്ലാവർക്കു വേണ്ടി ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞവരെല്ലാം മരിച്ചവർക്ക് വേണ്ടി അങ്ങയുടെ കാലത്ത് പ്രത്യാശം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും യോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ വിശുദ്ധമായ ബലിപീഠത്തിന്റെ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്ന യോഗ്യാചരണത്തിലെ മാതാവായ കനികാമറിയത്തിന്റെയും അങ്ങേ സമൃദ്ധി നടത്തിയ നീതിമാന്മാരെ വിശുദ്ധമായ പിതാക്കന്മാരെയും പാവന അങ്ങയുടെ അവനെ സമൃദ്ധമായ സത്യതമാക്കണം. കർത്താവിനെയും ക്ലേശിതമായ ദാസ്യമാണെങ്കിലും മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച്
അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ ആദരം രക്ഷകനായ യേശുമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും അവനെയോ ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവനായക ദൈവികമായ രഹസ്യത്തിൽ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരാകുന്നവരും പ്രാർത്ഥിക്കുവാൻ സമാധാനത്തോടുകൂടെ കർത്താവേ, എന്റെ പരിശുദ്ധാത്മാവിൽ വരട്ടെ എന്ന് ദാസരുടെ കൃപാനിൽ അവിടുന്ന് ആവസിച്ചു ഇതിനെ ആശീർവദിക്കുകയും ബോധീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളെ പ്രവർത്തിക്കും അവരുടെ മോചനത്തിന് മരിച്ചുള്ളവരുടെ ആശിക്കുന്നതിനെ പ്രീതിപ്പെടുത്തി എല്ലാവരും വധിച്ചു സർവരാജികമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവം, ഞങ്ങൾക്ക് വേണമെങ്കിൽ മകനെയും സ്ത്രീയാവാകും രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ അമൂല്യമായ രക്തത്താൽ രക്ഷിക്കപ്പെട്ട ആ സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതാർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകനും പിതാവിനെ സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങേ കാരുണ്യത്തോടെ ദയതോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ ദൃഢം അയോഗ്യനാകുന്നു. എങ്കിലും സ്വർഗ്ഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലെ അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ തിരുനാമത്തിനെ സ്തുതി ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവ ജീവദായകമായ സ്വർഗ്ഗത്തിൽ നിറയുന്ന ലോകത്തിനെ മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപം മനുഷ്യൻ പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗ്ഗത്തിലിറങ്ങിയ ജീവനുള്ളതാകുന്നു. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ മൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് ബുദ്ധിയാദങ്ങളോടെ സമീപിക്കാം. അനുതാപങ്ങളുടെ വാഗ്ദാനത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് സമുദ്രത്തിന്റെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. പീഡനങ്ങളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുത്വം ദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടെ മരിക്കുന്നതോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊണ്ടാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. കർത്താവായ ദൈവദാസന്റെ മാതൃകയും പ്രാർത്ഥനകളും കാര്യങ്ങളും ക്ഷമിക്കുകയും ഭഗവതിയുമായ സഭരാജ്യത്തിൽ സംഘടിച്ചു സ്തുതിക്കണം ുകയും ചെയ്യണം. കർത്താവായ ദൈവമേ, കാര്യങ്ങൾ നൽകിയ വിശ്വാസത്തോടുകൂടി അങ്ങയുടെ സകലപ്പോഴും പ്രസന്നപത്തിൽ നിഷ്കലമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ വിരാകരണമേ. ഞങ്ങൾ
ചേർന്ന് അങ്ങയുടെ പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുപോലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നുള്ള രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ശുദ്ധനായ സർവ്വേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാര്യത്തിൽ ഞങ്ങൾ അങ്ങനെ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളിൽ ഉൾപ്പെടുത്തരുത്. നിസ്സാരമായ സംഗതികളെ ഞങ്ങൾ രക്ഷിക്കണമെന്ന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യം ശക്തി പ്രാപിക്കുന്നതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധാചരണത്തിലുള്ളതാകുന്നു. ഏകോപശനാകുന്നു, ഏകോപശനാകുന്നു, ഏകോപശനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുമേ. സഭയോട് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, സുഖരാജുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. അരൂപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം. സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയെ സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ ഔദാര്യമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകിയാൽ ഈശോയെ, ആത്മീയമായി അങ്ങ് എന്റെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ. അങ്ങ് ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നുവെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപവർത്താൽ സുതരവും പരിശുദ്ധവും ജീവിതവും ദൈവികമായ രഹസ്യങ്ങൾ സമർപ്പിച്ച് ഇവയിൽ പോലെ ഉപയോഗപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. കർത്താവേ, അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. കടങ്ങളുടെയും ആവശ്യത്തിനെയും കാരുണ്യപ്രഭു ഞങ്ങൾക്ക് നൽകി. സ്തുതിയും ബഹുമാനവും പ്രവചനയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ കടപ്പെട്ടവരാകുന്നു. പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മനുഷ്യരുടെ പ്രതീക്ഷയായും ശിഖായ സ്വർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ കുർബാന വഴി ഞങ്ങളുടെ കടകളും പാപങ്ങൾ പുറക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ആദ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. Ah
ശരീരം ഭക്ഷിക്കും പാനം ചെയ്യും മാനവരിൽ നിവസിക്കും അവരെ ഞാനും നിശ്ചയമാം വിധിയിൽ വീഴാതവരെ ഞാൻ അന്തിമ ദിവസമുയർത്തി നിത്യായുസ്സവരെയും ദൈവം ആദരം ചെയ്തു. അരുളിയ പോലെ ദൈവമേ ദൈവം കനിവാർന്നരുളട്ടെ. നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമായ കാര്യങ്ങൾ ശുദ്ധിയേഴും രഹസ്യം നീ കൊണ്ടവരാമകിലയിലും ദൈവം കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Amen.